ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ബ്ലാക്ക് പൂൾ എന്നാണ് പേര്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 hour ട്രാവൽ അത്രയേ ഉള്ളൂ. ഫൈനലി നമ്മൾ ബ്ലാക്ക് പൂൾ എത്തി. ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ഒരു 5:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അത്രയും നേരത്തെ ഇറങ്ങാൻ കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി കൺജഷനും ട്രാഫിക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ രാവിലെ, അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയത്. ഞങ്ങളൊരു 7:30 മണി ആയപ്പോഴത്തേക്കും ബ്ലാക്ക് പൂൾ എത്തി. ഞങ്ങൾ ആക്ച്വലി ഫുൾ അവിടെ ഒന്ന് നടന്നു. രാവിലെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് ട്രാംവേ ആയിരുന്നു. സത്യമായ ട്രാംവേ ആണ്, നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതുകൊണ്ട് നോക്കിയെല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലോട്ടൊന്ന് ഇറങ്ങി. വെള്ളം നന്നായിട്ട് വലിഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഓൾറെഡി കുറച്ച് സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് പൂളിൽ തന്നെ, കുറച്ച് പ്ലേസസ്. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് കണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞങ്ങൾക്ക് ഏകദേശം എവിടെയൊക്കെയാണ് സ്ഥലങ്ങളെന്ന് അറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതെല്ലാം നോക്കി വെച്ചു. അപ്പോൾ ഇനി നമ്മൾ വിചാരിച്ചു നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ സമയത്ത് നമ്മൾ തിരിച്ചു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി അവർക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾക്ക് നേരത്തെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ 11 മണി എന്നുള്ളത്. ഒരു നേരത്തെ 10 മണി 9 മണിയൊക്കെ ആക്കാൻ പറ്റുമെന്ന്. അപ്പോൾ മാക്സിമം അവർ 9:30 പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലഗേജെല്ലാം എടുത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ഹോട്ടൽ, ഞങ്ങൾ എടുത്ത ഹോട്ടലിൻ്റെ ലോഞ്ച്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ടായിരുന്നു, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് തോന്നി. ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്യുമ്പോൾ റേറ്റിംഗ് നോക്കി തന്നെയാണ്, റിവ്യൂസ് നോക്കിയാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വേണ്ടായിരുന്നു. കാര്യം ഞങ്ങൾ ഒറ്റ നൈറ്റേ സ്റ്റേ ചെയ്യുന്നുള്ളൂ. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ നോക്കിയത്. ഇതിന് ആക്ച്വലി അവർ സൈറ്റിൽ കണ്ടത് 54 പൗണ്ടാണ്. NHS ഡിസ്കൗണ്ട് എല്ലാം കൂടെ കഴിഞ്ഞു 44 പൗണ്ട്സിന് ഞങ്ങൾക്കിത് കിട്ടി. എനിക്കത് 44 പൗണ്ട്സിന് എന്തൊന്നും വർത്തായിട്ടാണ് തോന്നിയത്. ലണ്ടനിലൊക്കെയാണ് നല്ല റേറ്റ് ആവും ഈ ഒരു ചെറിയ റൂമിന് തന്നെ. റൂമിൽ ഞങ്ങളൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി. ഫസ്റ്റ് പോകുന്ന സ്ഥലം പ്ലഷർ ബീച്ചാണ്. നമ്മൾ ആദ്യം പോയത് പ്ലഷർ ബീച്ചിലോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. വാട്ടർ റൈഡ്സ് 2 ഉള്ളൂ. ബാക്കിയെല്ലാം ഈ റോളർ കോസ്റ്റർ, ഡ്രോപ്പ് ടവർ, സ്പിന്നിങ് കോസ്റ്റർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ആക്ച്വലി ഇതെല്ലാം സ്കെയറി ഐറ്റംസാണ്. ഞങ്ങൾ ഒന്നും വിടാതെ എല്ലാത്തിലും കയറിയായിരുന്നു. ഞങ്ങൾക്ക് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പാസ് കിട്ടുമല്ലോ. ആ പാസ്സിൽ തന്നെ ഏതൊക്കെ റൈഡ്സ് അവിടെയുണ്ട്, ഏതൊക്കെ എത്ര സമയം തൊട്ട് എത്ര സമയം വരെ ഓപ്പണിംഗ് ആണ്, ഇതെല്ലാം അതിൻ്റെ അകത്ത് കാണും. ഞങ്ങൾ അതെല്ലാം നോക്കിയാണ് ഓരോന്നിലും കയറിയത്. ഫസ്റ്റ് ഞങ്ങൾ ഡ്രോപ്പ് ടവറിൽ തന്നെ കയറിയായിരുന്നു. അത് എൻ്റെ പൊന്നു ജീവൻ പോകുന്ന അതൊരു ഇതാണ്, നല്ല പേടിയാവും. സെക്കൻഡ് ഞങ്ങൾ ഇതിൽ വന്നു. ഇത് നോർമലി ഒന്ന് സ്വിങ് ചെയ്യുന്ന പോലെ അത്രേ ഉള്ളൂ. റൗണ്ട് അടിച്ചത് കറങ്ങുന്നു, ഇടയ്ക്ക് സ്പീഡ് കൂട്ടുന്നു, സ്പീഡ് കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഫൺ, അത് കൊള്ളായിരുന്നു. ഇതത്ര പേടിയൊന്നും ആവത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു. സീറ്റ് ബെൽറ്റൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഒരു ബാർ വെച്ചു ഞങ്ങൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉള്ള സാധനമാണ്. പക്ഷേ ഞങ്ങൾക്ക് അഡൽട്ട്സ് ആണോ കുഞ്ഞാണോ അങ്ങനെയൊന്നും നോക്കാറില്ല. ഞങ്ങൾക്ക് എല്ലാ റൈഡിലും കയറാമായിരുന്നു. ഞങ്ങളും കയറി. ആക്ച്വലി ഇതൊരു ഓട്ടോമേറ്റഡ് കാർ പോലത്തെ ഒരു സംഭവം. അതിൽ ഞങ്ങൾക്ക് കയറിയിരിക്കാം. അപ്പോൾ അത് ഞങ്ങളുടെ അകത്തോട്ട് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ കയറിയിരുന്നു, അകത്തോട്ട് പോയി. അത് ആക്ച്വലി ഒരു ആർട്ട് വർക്ക് പോലെ ഒരു സംഭവമായിരുന്നു. ആലീസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ഫുൾ സ്റ്റോറി ഇങ്ങനെ ആർട്ട് വർക്കായിട്ട് പ്രസൻറ്റ് ചെയ്തേക്കുന്നു. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. ഞങ്ങളെക്കാളും കുറച്ചും കൂടി ഇഷ്ടമാവുക കുഞ്ഞു പിള്ളേർക്കായിരിക്കും. അവർക്കൊക്കെ ഇത് വലിയൊരു ഇതായിട്ട് തോന്നും, ആ ലൈറ്റ്സും പ്രസൻറ്റേഷനും എല്ലാം. നെക്സ്റ്റ് ഒരു ഗോസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. അതും ഈ ആലീസ് ഇൻ വണ്ടർലാൻഡ് പോലെയുള്ള വേറൊരു ഐറ്റം, മീൻസ് സ്കെയറി ഐറ്റംസ്. ഗോസ്റ്റ്, കുറേ സ്കെൽറ്റനും കുറച്ച് പ്രേതങ്ങളും എല്ലാം ഇങ്ങനെ വരുന്ന അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന സംഭവമാണ്.
ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒത്തിരി റൈഡ്സിൽ കയറി, റോളർ കോസ്റ്ററിൽ. അത് പലതരം ഉണ്ടായിരുന്നു, അതിലെല്ലാത്തിലും ഞങ്ങൾ കയറി, ഒന്നും വിട്ടില്ല. പക്ഷെ അതിലൊന്നും ക്യാമറയും പിടിച്ചിരിക്കുന്നത് പോസിബിൾ അല്ല. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ വാട്ടർ റൈഡിൽ കയറിയത്. കാര്യം ഞങ്ങൾക്ക് നനയുമെന്ന് ഉറപ്പായിരുന്നു. അവര് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ആക്ച്വലി ഇതിൽ കയറിയത് ഒരു 10:45 സമയത്താണ്. തിരിച്ചിറങ്ങിയപ്പോൾ ഒരു 4:30 മണിയായി. തിരിച്ചിറങ്ങിയപ്പോൾ ആക്ച്വലി മൊത്തം ടയേർഡായി. അത്രമാത്രം റൈഡ്സിൽ കയറിയാണ് ഫുള്ളി ടയേർഡായിരുന്നു. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. സീ ദെൻ ബൈ.